എല്ലാവർക്കും നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സോഷ്യൽ മീഡിയ വന്നില്ലായിരുന്നെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. നേരത്തെ ഒരു ആകാശവാണിയും ദൂരദർശനും മാത്രമേ ഉള്ളൂ. രണ്ടും സർക്കാരിൻ്റെ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ഏത് സർക്കാരായാലും സർക്കാരിനെ ബാധിക്കുന്ന ഒരു കാര്യവും വാർത്ത വരില്ലായിരുന്നു. പിന്നെ നമുക്കൊരു ഏഷ്യാനെറ്റ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ന്യൂസ് ചാനലുകളുടെ പ്രളയമായി. എന്നാൽ ന്യൂസ് ചാനലുകളുടെക്ക് ഒരുപാട് പരിമിതിയുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾ ചാനൽ നടത്തുന്നു, മതസംഘടനകൾ നടത്തുന്നു, പിന്നെ വ്യക്തികൾ നടത്തുകയാണെങ്കിലും അവർ പല കാരണങ്ങളാൽ ഗവൺമെൻറ്റുകളോട് വിധേയത്വത്തോടു കൂടിയേ പോകാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും പാർട്ടിയുമായിട്ട് വിധേയത്വം വേണം. ഇതൊന്നുമില്ലാതെ രണ്ട് കൈയും വിട്ട് മുകളിൽ ആകാശം താഴെ ഭൂമി, മുമ്പോട്ട് നോക്കിയാൽ മരുഭൂമി എന്നൊക്കെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ട്. ആർക്കും വരാം, വാഴ വയ്ക്കാം, വെള്ളം കോരാം, വാഴ വെട്ടാം, തൈ വയ്ക്കാം, തെറി പറയാം, തള്ളയ്ക്ക് വിളിക്കാം, തന്തയ്ക്ക് വിളിക്കാം, എന്തും പറയാം. എന്തും പറയാനും എന്തും വാങ്ങാനും എന്തും കൊടുക്കാനും എന്തും കിട്ടാനും എപ്പോൾ കിട്ടാനും എപ്പോൾ വാങ്ങാനും എപ്പോൾ കൊടുക്കാനും പറ്റുന്ന ഒരേ ഒരു സ്ഥലം സോഷ്യൽ മീഡിയയാണ്. അവിടെ നമ്മുടെ ഗോവിന്ദ മാഷിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഷെർഷാദ്. വേറൊരു വലിയ മെച്ചം എന്താണെന്നറിയാമോ? ഈ സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിച്ചിട്ട് അത് ഏതെങ്കിലും ചാനലുകൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ബാക്കി വെല്ലുവിളിച്ചോളും. പിന്നെ എളുപ്പമുണ്ട് നമുക്ക്. പണ്ടത്തെ പോലെ വാർത്താ സമ്മേളനം നടത്തണ്ട, ആരും പത്രസമ്മേളനം നടത്തണ്ട, ബൈറ്റ് കൊടുക്കണ്ട, ചാനലുകളിൽ വിളിച്ചിട്ട് പറയണ്ട അയ്യോ ഇടുമോ എന്ന് ചോദിക്കണ്ട. നേരെ സോഷ്യൽ മീഡിയയിൽ കയറുക, ഫേസ്ബുക്ക് ഒരു 10,000 പേരുള്ള ഫേസ്ബുക്ക് ID അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കുക, അതിനകത്തേക്ക് തള്ളിമറിക്കുക. സ്വാഭാവികമായിട്ട് അത് എന്നിട്ട് വേണ്ടപ്പെട്ട പത്രക്കാർക്ക് അയച്ചു കൊടുക്കുക. അല്ലെങ്കിലും എല്ലാ പത്രങ്ങളിലും വെബ് ഡെസ്കുകളുണ്ട്. ആ ഡെസ്കുകളിലിരുന്ന് അവർ ഓരോരുത്തരുടെയും ഫേസ്ബുക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഷെർഷാദ്, കൃഷ്ണപ്രസാദ്, നമ്മുടെ ഈ വിഷയത്തിലുള്ള ലണ്ടൻകാരൻ, പിന്നെ അതുപോലെ തന്നെ ഗോവിന്ദ മാഷ്, ഇവരുടെ എല്ലാ ഫേസ്ബുക്ക് നോക്കും. കാരണം തോമസ് ഐസക്ക് ഇപ്പോൾ പെട്ടെന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇവരുടെ എല്ലാ ഫേസ്ബുക്ക് IDകളും അതും ഇതൊക്കെ നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും വാർത്തകൾ വരുന്നു. ഷെർഷാദ് ഗോവിന്ദ മാഷിൻ്റെ പേപ്പറിന്, അതായത് നിയമവക്കീൽ നോട്ടീസ് അയക്കും എന്നതിന് മറുപടിയായി നിയമവിദഗ്ധരുമായി ആലോചിച്ച് കൃത്യമായി മറുപടി കൊടുക്കുമെന്ന് ഷെർഷാദ് പറഞ്ഞിട്ടുണ്ട്. പേടിച്ചോടാൻ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലും നിരവധി തെളിവുകൾ, ബിനാമി തെളിവുകൾ, ബിസിനസ് തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ബൂമാറാങ്ങായി വന്നു. പിന്നെ വരുന്നതെല്ലാം ഒത്തുതീർപ്പിൽ തീരുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് കാര്യവും ബിനാമി കാര്യവും ഒക്കെ ആകുമ്പോൾ അതിൽ നിശബ്ദർ കാണും, ഭരണകക്ഷിക്കാർ കാണും, പ്രതിപക്ഷം കാണും, BJP കാണും, എല്ലാ പാർട്ടിയിൽപ്പെട്ടവർ, ലീഗും എല്ലാ പാർട്ടിയിൽപ്പെട്ടവർ, കേരള കോൺഗ്രസും എല്ലാ പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ കാണും. എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ആരെങ്കിലുമൊക്കെ കാണും. അപ്പം പിന്നെ അതുപോലെ വ്യവസായികൾ കാണും, വലിയ ഉദ്യോഗസ്ഥർ കാണും. അപ്പോൾ ഒരു വലിയ കൂട്ടമാണിത്. അതുകൊണ്ട് അതിനെ പൊളിക്കുക എളുപ്പമല്ല. പക്ഷേ എന്തായാലും ഷെർഷാദ് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഗോവിന്ദ മാഷിൻ്റെ കേസിനെതിരെ കൊടുക്കുന്ന ഈ വക്കീൽ നോട്ടീസിനെതിരെ കൃത്യമായി മറുപടി കൊടുക്കുമെന്ന് ഷെർഷാദ് പറഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. എന്തായാലും വീണ്ടും ഒരു പുകയൽ, ഒരു ചീഞ്ഞു നാറൽ CPM-നകത്ത് നടക്കുന്നു. അതിൽ ആര് വീഴും ആര് വാഴുമെന്നിപ്പോൾ പറയാൻ കഴിയില്ല. ഗോവിന്ദ മാഷിൻ്റെ സമയം എന്തായാലും നല്ലതല്ല. അദ്ദേഹം പൊതുവാളിനെ കണ്ട്, നേരത്തെ ജോൾസിനെ കണ്ടെങ്കിലും തിരക്കായതുകൊണ്ട് എല്ലാ കാര്യവും ചോദിക്കാൻ പറ്റി കാണില്ല. അതുകൊണ്ട് ഒന്നുകൂടെ പൊതുവാളിനെ കാണുക. ശത്രുസംഹാര പൂജ കൃത്യമായി ചെയ്യണം. എവിടെയോ ശത്രുക്കൾ പതിയിരിക്കുന്നുണ്ട്.